ഹായ് ഗൈസ്, ഇതാണ് നമ്മുടെ കോട്ടയം ജില്ലയിൽ മാംഗോ മിഡാസ് എന്ന് പറഞ്ഞുള്ളൊരു പാർക്കാണ്. ഇവിടെ നല്ല രസമാണ്. എല്ലാ നിലയ്ക്കും ചിൽഡ്രൻസ്, അതായത് കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാൻ ഉള്ള റൈഡുകളുണ്ട്. അതുപോലെ മുതിർന്നവർക്കാണേലും ബോട്ടിങ് പല രീതിയിൽ. ഇപ്പം ഞങ്ങൾ ട്രെയിനിൽ കയറി ഇങ്ങനെ റൗണ്ട് അടിച്ചതിന് ഒരാൾക്ക് 50 രൂപ വെച്ച് പൈസ ഈടാക്കുന്നുണ്ട്. പിന്നെ ക്രിസ്മസിൻ്റെതായ ചില ഏർപ്പാടുകളൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങൾ അതാണ് അവിടെ ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കുന്നു. ബിരിയാണി തൊട്ട് പിന്നെ സാധാ ചോറ് തൊട്ട് എല്ലാം അവിടെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നല്ല നിലയ്ക്ക് പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നിലയ്ക്കുള്ള എല്ലാ റൈഡുകളും ഇവിടെ ഉണ്ട്. നല്ല ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ സിൽവർ സ്റ്റോങ്ങിലൊക്കെ ഉള്ള അതേ സിസ്റ്റത്തിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. നല്ല രസമാണ്. അതിൽ പൂളിൽ നല്ല നിലയ്ക്ക് പിള്ളേർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത നിലയ്ക്ക് സേഫ്റ്റിയോടുകൂടി ബീച്ചിൽ ഇറങ്ങാൻ പറ്റും. അതുപോലെ തന്നെ തൊട്ടി, ഊഞ്ഞാൽ, ഇതെല്ലാം വളരെ നല്ല നിലയ്ക്ക് തന്നെയാണ് അവർ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ പൂളിലാണെങ്കിൽ പോലും കുഞ്ഞു പിള്ളേർക്ക് വളരെ സേഫ്റ്റിയോടുകൂടി സെക്യൂരിറ്റി ഗാർഡോടുകൂടി തന്നെയാണ് അവർ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. പിള്ളേരൊക്കെ നല്ല നിലയ്ക്ക് എൻജോയ് ചെയ്തു. അപ്പം പിള്ളേർക്ക് വെള്ളമെന്ന് പറയുമ്പോൾ പിള്ളേർക്ക് പ്രത്യേകിച്ചൊരു ഇഷ്ടവും സന്തോഷമാണല്ലോ. അങ്ങനെ പിള്ളേർ എൻജോയ് ചെയ്തു. ഇഹ്യായും ഇഹ്യയുടെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഷാബാനും മോനൂസും അവരിങ്ങനെ വെള്ളത്തിൽ എൻജോയ് ചെയ്യുന്നു. വെള്ളത്തിൽ ഇറക്കിയിട്ട് കയറാനായിട്ട് ഭയങ്കര മടിയായിരുന്നു. ബീച്ചിൽ ഈ പൂളിൽ കുറേ സമയം അവർ ചിലവാക്കി. കാരണം വെള്ളത്തിൽ കളിയെന്ന് പറയുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഹരമാണ്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ ബീച്ചിലൊക്കെ കളിച്ചു. ബീച്ചിൽ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ കുറേ ഉണ്ട്. അതായത് 27 ഏക്കറിനകത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 27 ഏക്കറിനകത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ പിള്ളേർക്ക് ചെറിയ ചെറിയ ബൈക്കുകൾ, കാറുകൾ, ഇതെല്ലാം അതിനകത്ത് അവൈലബിൾ ആണ്. പിള്ളേർക്ക്, അതായത് നമ്മൾ മുതിർന്നവർക്കും വലിയവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ ഏർപ്പാടുകളും അവിടെ ഉണ്ട്. ഇത്രയും ഏക്കറിനകത്ത് മൊത്തം ഫുൾ പിന്നെ റൈഡുകളാണ്. കുട്ടികൾക്കാണ് കൂടുതലും ഉള്ളത്. കുട്ടികൾക്കാണ് വണ്ടികൾ, സൈക്കിള്, മോട്ടോർ ബൈക്ക്, ഇതെല്ലാം വളരെ നല്ല നിലയ്ക്ക് തന്നെയാണ് അവരവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ പോയി കഴിഞ്ഞാൽ 10 മണി തൊട്ട്, ഇവിടുത്തെ സമയം 10 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെയാണ്. കാരണം ഈ 5 മണി വരെ പോയാൽ പോലും ഇത്ര കൊണ്ട് നമ്മൾ കറങ്ങിയാലും തീരാത്ത നിലയ്ക്കുള്ള സ്പേസാണ് അവിടെ ഉള്ളത്. സൈക്കിൾ റൈഡ്, ഇപ്പോൾ നമ്മൾ കുറേ നേരം സൈക്കിൾ ചവിട്ടി, കുറേ നാൾ കൂടിയാണ് സൈക്കിൾ ചവിട്ടുന്നത്. അപ്പോൾ ആ പാർക്കിൽ കൂടെയൊക്കെ ഒന്ന് സൈക്കിൾ ചവിട്ടാനായിട്ട് നല്ല രസമാണ്. കാരണം പ്രത്യേകിച്ച് വെയിലോ കാര്യങ്ങളൊന്നുമില്ല. മരത്തിൻ്റെ തണലുകൾ, ഈ നിൽക്കുന്ന വൃക്ഷങ്ങൾ മൊത്തം പിന്നെ ഔഷധ ഗുണങ്ങളുള്ള പഴയ കാലത്തെ കുറേ രുദ്രാക്ഷം, ഇങ്ങനെ ആൽമരം, ഇങ്ങനെയുള്ള നല്ല ഔഷധ ഗുണങ്ങളുള്ള മരങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. അത് നമ്മൾ പോയതുകൊണ്ട് നമുക്കൊരു ഗൈഡിനെ തരും. ആ ഗൈഡ് ഒരു മണിക്കൂർ നമുക്കവിടുത്തെ ആ സസ്യങ്ങളും മരങ്ങളെല്ലാം പരിചയപ്പെടുത്തി തരും. അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോയതിന് ശേഷമാണ് നമുക്ക് ഇഷ്ടത്തിന് നമ്മുടെ റൈഡിലേക്ക് കയറാൻ പറ്റും. സൈക്കിൾ കുറേ നേരം ചവിട്ടി. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ചെറിയ സൈക്കിൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ പിള്ളേർക്ക് തുള്ളിച്ചാടാൻ പറ്റിയ നല്ല ചിൽഡ്രൻസ് പാർക്കുകൾ, നമ്മുടെ യൂട്യൂബിലൊക്കെ, നമ്മുടെ ചൈനീസ് യൂട്യൂബിലൊക്കെ കാണുന്ന പോലത്തെ പിള്ളേരുടേതായ ബോളൊക്കെ ഇട്ടുള്ള ഒരു സെറ്റപ്പ്, ഇതെല്ലാം അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിങ്, പെഡൽ ബോട്ട് നല്ല മനോഹരമാണ്. അവർ തന്നെ ആ ഒരു മീനൂട്ട് കുളം എന്ന് പറയും, ഇതിനകത്താണ് മീനുകൾക്ക് തീറ്റ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇതിനകത്താണ് പെഡൽ ബോട്ടുണ്ട്. പിന്നെ കൊട്ടവഞ്ചിയുണ്ട്. അതുപോലെ തന്നെ തുഴയുന്ന വള്ളമുണ്ട്. ഇതെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. പിള്ളേർക്ക് ആ ഏരിയയിൽ മൊത്തം പിള്ളേർക്ക് നല്ല നിലയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ ഏർപ്പാടുകളും ഉണ്ട്. അതുപോലെ തന്നെ മായാവി കുട്ടൂസിൻ്റെതായ ഒരു പ്രതിമകൾ നല്ല നിലയ്ക്ക് നല്ല ഭംഗിയോടുകൂടി ഉണ്ടാക്കി വച്ചിരിക്കുന്നു. അതും വളരെ മനോഹരമാണ്. അപ്പം അതൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ പിള്ളേരുടെ റൈഡുകൾ, എല്ലാ നിലയ്ക്കുള്ള റൈഡുകൾ അവിടെ ഉണ്ട്. അതുപോലെ ഇതൊരു ഹെലികോപ്റ്റർ രൂപത്തിലുള്ളൊരു ഐറ്റമാണ്. ഇതൊക്കെ വെറൈറ്റിയാണ്. വേറെ മറ്റ് പാർക്കുകളിൽ കാണാത്ത നിലയ്ക്കുള്ള ഐറ്റങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഒരു ദിവസം ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ ഏർപ്പാടുകളും ഉണ്ട്. അതുപോലെ തന്നെ ചൂണ്ടയിടാനായിട്ട് അവിടെ പ്രത്യേക സൗകര്യങ്ങളുണ്ട്.
അപ്പോൾ നമുക്ക് അതിൻ്റെ തീറ്റയും ചൂണ്ട എല്ലാം അവിടെ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണേൽ ചൂണ്ടയിട്ട് മീനെ പിടിക്കാം. ആ പിടിക്കുന്ന മീൻ നമുക്ക് വീട്ടിലും കൊണ്ടുപോകാം. അതെല്ലാം തിരക്കെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്നും കൂടി കുളിക്കാൻ വേണ്ടി ഞാനും പിള്ളേരും തിരക്ക് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് പൂളിൽ വന്ന് ഫ്രീ ആയിട്ട് കുളിച്ച്. നേരത്തെ സ്കൂൾ പിള്ളേരൊക്കെ കൊണ്ട് തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രീ ആയിട്ട് ഒറ്റയ്ക്ക് വന്ന് ഞങ്ങളൊന്ന് പൂളിലൊന്ന് ചാടി എല്ലാം കറങ്ങിയ ക്ഷീണമെല്ലാം മാറി. അവിടെ 27 ഏക്കറിൽ കറങ്ങിയിട്ടേ വളരെ ബുദ്ധിമുട്ടി വേർത്ത് ചൂടിൽ വന്നതാണ്. അപ്പോൾ അതിൽ ഞങ്ങളൊന്നും കൂടി പിന്നെ ആ പൂളിലിറങ്ങിയ ഒരു കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചെറുക്കൻ എഹിയായിക്ക് ഭയങ്കര വെള്ളത്തിൽ നിന്ന് കയറാനായിട്ടേ തോന്നുന്നില്ല. ഇതെല്ലാം എടുത്ത് ചാടി നിൽക്കുകയാണ് വെള്ളത്തിൽ. വളരെ മനോഹരമായ വൃത്തിയുള്ള പൂളാണ്. അതായത് ഒരു അഴുക്കോ വേസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല നിലയ്ക്ക് നല്ല വൃത്തിയോടുകൂടി, അതായത് ഈ വെള്ളങ്ങൾ അവരപ്പം തന്നെ ഇത് ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സംവിധാനങ്ങളൊക്കെ ഉണ്ട്. 4 ചുറ്റിലവിലും ഇതിൽ വെള്ളം ശുദ്ധീകരിച്ച് ഫിൽട്ടർ ചെയ്യുന്നൊരു ഏർപ്പാടുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം മത്സ്യങ്ങൾ, അക്വേറിയം, വളരെ വലിയ മത്സ്യങ്ങൾ, അതായത് പിന്നെ ഇത്രയും വലിയ അക്വേറിയം നമുക്ക് തോന്നുന്നത് ഈ കോട്ടയം ജില്ലത്തിന് വേറെ പാർക്കുകളിൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും മനോഹരമായ വലിയ അക്വേറിയം, മുഴുത്ത മീനുകൾ, ഇത് പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അതുപോലെ ഐസ്ക്രീം പാർലറുകൾ, പിന്നെ നാടൻ ചായക്കട, അതായത് നാടൻ സ്റ്റൈലിലുള്ള അവിടുത്തെ ആ പിന്നെ ഫാമിലെ കൃഷി ആ പശുവിൻ്റെ പാലുകൾ കൊണ്ടുള്ള ചായകളാണ്. അതുപോലെ തന്നെ നമസ്കരിക്കാനായിട്ട് പള്ളി, അതുപോലെ തന്നെ എല്ലാ പ്രാർത്ഥനാലയങ്ങൾ, അമ്പലങ്ങൾ, ചർച്ച്, ഇതെല്ലാം ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിള് എല്ലാവരും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നടന്ന് കുറേ കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ പോകാൻ പറ്റും. അവിടെ നിന്നൊരു കുടം പൊക്കാൻ നോക്കിയതാണ്, പറ്റിയില്ല. ഇതാണ് നമ്മുടെ ഗൈഡ്. ഒരു മണിക്കൂർ നമ്മൾ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ പഴയ കാലത്തെ കയറും നെയ്യുന്നത്, കയർ വ്യവസായം, അതൊരു അമ്മച്ചി ഇങ്ങനെ കയറ് നെയ്യുന്നു. അതുപോലെ മൺകുടം ഉണ്ടാക്കുന്ന രീതിയാണിത്. മൺകുടം ഇതിങ്ങനെ ഉണ്ടാക്കി നമുക്ക് കാണിക്കും. നമുക്ക് വേണമെങ്കിൽ നമ്മളെ കൊണ്ടൊരു കുടം ഉണ്ടാക്കിപ്പിക്കുകയും ചെയ്യും. കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഇഷ്ടം പോലെ. അങ്ങനെ നമ്മൾ ഈ പാലം, ഈ കയറുന്ന പാലം എന്ന് പറഞ്ഞാൽ അത് പൈസ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പാലം. ഒരുപാട് കോയിൻ കൊണ്ടാണ് ഈ പാലം അതിൻ്റെ അടിത്തറ നിർമ്മിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു പാർക്കാണ്. അതുപോലെ ഇതിനകത്താണ് ഈ മീൻ വളർത്തുന്നത്. നേരത്തെ നമ്മളിവിടുന്ന് തന്നെ മീൻ പിടിച്ച് നമുക്ക് ഫ്രഷായിട്ട് കറി വെച്ച് ഇങ്ങനെയൊക്കെ തരുന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു. ഇപ്പം താൽക്കാലികമായിട്ട് അവരില്ലെന്നാണ് പറയുന്നത്. എന്നാലും നമ്മൾ ചൂണ്ടയിൽ പിടിക്കുന്ന മീൻ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനുള്ള സൗകര്യമുണ്ട്. നല്ല മുഴുത്ത മീനുകളാണ്. അതായത് ഈ പിന്നെ ആകൂലി എന്ന് പറയും, ആകൂലി എന്നാണ് അവർ പറഞ്ഞത്, കായലാകൂലി. ഈ തറയാണ് പൈസ ഇങ്ങനെ 1 രൂപ കോയിൻ ഇങ്ങനെ പതിച്ച്. അപ്പോൾ നമ്മുടെ എഹിയുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും അതേ ദിവസം തന്നെ അവിടെ ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ടീച്ചർ സഹിതം അവരെ എന്നെ കണ്ട് ടാറ്റയൊക്കെ കൊടുക്കുന്നു. അപ്പോൾ അവനക്ക് സ്കൂളിൽ നിന്ന് ടൂർ പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നുകൊണ്ടാണ് ഞങ്ങളൊന്ന് തനിച്ച് ടൂറ് പോയത്. അപ്പോൾ നമ്മൾ കൂടെ വന്ന ഗൈഡ് ലക്ഷ്മി എന്ന് പറഞ്ഞ കൊച്ച് ഇതെല്ലാം നമ്മളെ വളരെ മനോഹരമായിട്ട് തന്നെ കുട്ടികളെയൊക്കെ സേഫ്റ്റി ആയിട്ട് തന്നെ വെച്ചുകൊണ്ട് പോയി ഇതെല്ലാം കാണിച്ചു കൊടുക്കുന്നൊരവസ്ഥ. ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും നമുക്ക് പരിചയപ്പെടുത്തി തരും. അപ്പോൾ ഇങ്ങനെ ഐസ്ക്രീം പാർലറുകളുണ്ട്. അതുപോലെ ഇതൊക്കെ ഔഷധ മരങ്ങളാണ്, ഔഷധ ചെടികളാണ്, അതൊക്കെയാണ് പരിചയപ്പെടുത്തുന്നത്. ആദവും ഹവ്വയുടെ ഒരു പഴം പുഴുങ്ങിയൊരു പിന്നെ ആ ഒരു സംഭവമാണ് അവിടെ ഉള്ളത്. പിന്നെ അതുപോലെ ഇതാണ് ഫുഡ് കഴിക്കാനുള്ള ക്യാൻറ്റീൻ. എല്ലാം ഉണ്ട്. ഈ പോകുന്ന നമ്മുടെ ഓരോ ഇടങ്ങളിലും ഈ ഫുഡ് കഴിക്കാനുള്ള ഏർപ്പാടുകളുണ്ട് കേട്ടോ. ആ നേരെ മുമ്പിൽ കാണുന്നതാണ് ചൂണ്ടയിടാൻ പറ്റുന്ന ഒരു സൗകര്യം. നമുക്കവിടെ ചൂണ്ടയിലിടാനുള്ള തീറ്റ സാധനങ്ങൾ ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. വളരെ മനോഹരമായിട്ട് തന്നെ എല്ലാ നിലയ്ക്കും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കാനായിട്ട് ചെയറുകൾ, പിന്നെ മരത്തിൻ്റെ തണലുകളിൽ ബെഞ്ചുകൾ നിർമ്മിച്ചിരിക്കുന്നത് വളരെ മനോഹരമാണ്. ഇത് ശ്രീനാരായണ ഗുരു ശിഷ്യന്മാർക്ക് ക്ലാസ് എടുക്കുന്നതായിട്ടൊരു പ്രതിമ ഇങ്ങനെ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. ഇങ്ങനെ കുറേ ഐറ്റങ്ങൾ ഞാൻ നടന്ന് 27 പിന്നെ ഏക്കറിലാണ് അതൊരു പരമശിവൻ്റെ ഒരു പ്രതിമ വെള്ളത്തിൽ. ഇത് പഴയ കാലത്തെ ഒരു കുടിലിൻ്റെ അവസ്ഥയാണ്. പഴം വെട്ടിക്കൊണ്ട് പോയിട്ട് അവർ പഴത്തിന് വേണ്ടി കരയുമ്പം ആ
പിന്നെ മുതലാളി ഒരു പഴം കുഞ്ഞിന് കൊടുക്കുന്നതായിട്ടുള്ളൊരു കൽപ്പന ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് മുത്തശ്ശി വാതിക്കെ ഇരിക്കുന്നു. നല്ല രസമാണ്. ഒരു പഴമയിലോട്ട് പോകുന്ന രീതിയിലുള്ള വീടുകൾ,